വെൽക്കം ടു AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് എലിവേഷൻ ടൈൽസ് കളക്ഷൻ. ആദ്യം തന്നെ ഞാൻ നിന്ന ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഒരു ജെറ്റ് ബ്ലാക്ക് ഈ ഒരു റിബ്ഡ് പാറ്റേണിൽ ഉള്ള ഒരു സ്റ്റോണിനകത്ത് തന്നെ ലൈൻസ് വരച്ചേക്കുന്ന ഒരു പാറ്റേണിലെ ഒരു എലിവേഷൻ ടൈലാണ്. ഏറ്റവും സ്റ്റാർ മെറ്റീരിയൽ ആണ്. പ്യുവർ ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു റസ്റ്റിക് പാറ്റേണും ബ്ലാക്ക് കളറും കൂടെ വരുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങളുടെ സ്പേസിൽ ആർക്കിടെക്ട് ബ്ലാക്ക് ആണ് സജസ്റ്റ് ചെയ്തെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ചോയ്സസിൽ ഒന്ന് ഡെഫിനറ്റ്ലി ഈ ലീനിയർ പാറ്റേൺ വരും. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ള എലിവേഷൻ ടൈലിനകത്ത് ബ്ലാക്ക് സ്റ്റോണും ഗോൾഡ് സ്റ്റോണും കൂടെ മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ ബ്രൗൺ സ്റ്റോണും സാൻഡ് സ്റ്റോണും ബ്ലാക്ക് സ്റ്റോണും കടപ്പ സ്റ്റോണും കൂടെ മിക്സ് ചെയ്ത ഒരു പാറ്റേൺ ആണ്. ഇതും റീസെന്റ് വളരെ പോപ്പുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇനി ഇത് കൂടാതെ ഓരോന്നായിട്ട് കാണിക്കുവാണെങ്കിൽ വളരെ കോംപ്രിഹെൻസീവ് ഒരു കളക്ഷനാണ് ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത്. എലിവേഷൻ ടൈൽസിന് എപ്പോഴും ഈ തിൻ റിബ് പാറ്റേൺ മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് ഓഫ് ബ്രൗണിനകത്ത് ഇവിടെ അവൈലബിൾ ആണ്. ഇതിനകത്ത് നല്ല ഒരു റിബ്ഡ് ഫിനിഷ് ഇതിനകത്തുണ്ട്. അതായത് ഈ ലൈൻസ് മേളിൽ നിന്ന് താഴോട്ടാണ്, നമ്മൾ തിരിച്ചു പോയാൽ നമ്മുടെ കൈ ഇതിനകത്ത് തടയും. സോ ഇതിനൊരു ഡയറക്ഷൻ ഉണ്ട്. സോ ഈ ടൈൽസ് മേടിക്കുമ്പോൾ എപ്പോഴും ആ ഡയറക്ഷൻ ശ്രദ്ധിക്കണം, ഒട്ടിക്കേണ്ട ഡയറക്ഷനിൽ തന്നെ ഒട്ടിക്കണം. പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്, എടുത്ത് പറഞ്ഞ് ചെയ്യിച്ചില്ലെങ്കിൽ വർക്കേഴ്സിന് ഇത് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല, അവർ തിരിച്ചൊട്ടിച്ച് വെക്കും. ഒറ്റ നോട്ടത്തിൽ നമുക്കിത് അറിയത്തില്ല. അതിന് സംഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ലൈറ്റ് അടിക്കുമ്പം വരേണ്ട 3D എഫക്ട് ഇതിനകത്ത് വരത്തില്ല. അപ്പം കമ്പനി ഇതിന്റെ താഴെ സ്പേസ് കൊടുത്തേക്കെന്ന് വെച്ചാൽ മേളിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ താഴെ ഷാഡോ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷാഡോ ഫോം ചെയ്യുമ്പോൾ ഇതിന് കുറച്ചുകൂടെ ഡെപ്ത് കൂടും. സോ സെയിം മെറ്റീരിയൽ ഇൻ അനദർ പാറ്റേൺ, ഗ്രേ കളറിന്റെ 4-5 ഷെയ്ഡുമായിട്ട് ഒരു ടൈലുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്കറിയാം ഇത് റിബ്ഡ് പാറ്റേൺ അല്ല. ടൈലിനകത്ത് സ്പൈക്സ് ഉണ്ടെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് മാത്രമല്ല, 2 ഡയറക്ഷനിലും ഈക്വലി പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ് എത്ര അറിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ വന്ന് കണ്ടാൽ ഡെഫിനറ്റ്ലി നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഇതെല്ലാം ഫീൽ ചെയ്യാൻ പറ്റും. അടുത്തത് സ്റ്റോണിന്റെ ലെഡ്ജ് പാനലിന്റെ ഒരു പ്രിന്റാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെല്ലാം സ്പേസർ ഇല്ലാതാണ് വെച്ചേക്കുന്നത്. ഹൗഎവർ നമ്മൾ ഒട്ടിക്കുമ്പോൾ സ്പേസർ വെക്കാതിരിക്കാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. വെക്കുമ്പോൾ സ്പേസർ ഇട്ട് ചെയ്യണം. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല പശ ഉപയോഗിച്ചാൽ മതി. ബട്ട് ഇവിടെ ഒരു സീംലെസ്നെസ് ഡിസ്പ്ലേയിൽ വരാൻ വേണ്ടിയാണ് ഇവിടെ സ്പേസർ ഇല്ലാതെ ചെയ്തേക്കുന്നത്. സോ ഇത് ബ്രൗൺ കളറിലെ സ്റ്റോൺസിന്റെ ലെഡ്ജ് പാറ്റേൺ. അതേ ലെഡ്ജ് പാറ്റേൺ ഇനി ഗ്രേ കളറിന്റെ പാറ്റേൺ വെച്ച് ഇവിടെ അടുത്ത ടൈല് ഇവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ കണ്ട ബ്രൗൺ സ്റ്റോണിന്റെ ലെഡ്ജ് പാനൽ സ്വല്പം ഡാർക്ക് ആയിരുന്നു. ഇപ്പം വേറെ അതിനെ കുറച്ചുകൂടെ ലൈറ്റ് യെല്ലോയിഷ് കളറിൽ കുറച്ചുകൂടെ ഒരു ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. കാരണം ഫോർ സം പീപ്പിൾ ഇത് ഭയങ്കര ഹെവിയാണ്, ഇത്രയും ഹെവി ബ്രൗൺ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. സോ ലൈറ്റ് ബ്രൗൺ ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് അടുത്ത ലെഡ്ജ് പാനലുണ്ട് നമുക്കിവിടെ, അതും ഗ്രേയും ബ്ലാക്കിന്റെയും കോമ്പിനേഷനുമായിട്ടാണ്. സോ ഇവിടെ ഉണ്ട് ഗ്രേ ലെഡ്ജ് ഉണ്ട്, അവിടെയും ഗ്രേ ലെഡ്ജിന്റെ. ഇതിന്റെ ഡിഫറൻസ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ലെഡ്ജിന്റെ പീസസ് പല സൈസാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ 2 ഇഞ്ചും 1 ഇഞ്ചും 2 സൈസ് പീസസ് വെച്ച്, സ്റ്റോൺ പീസസ് വെച്ചാണ് ഇത് ഈ ലെഡ്ജിനെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്കറിയാം ലെഡ്ജിന്റെ ഇൻഡിവിജ്വൽ പീസസ് എല്ലാം ഒരേ സൈസാണ്. സോ ഇത് രണ്ടും 2 ലുക്കാണ്. ഇതിന് കുറച്ചുകൂടെ ഒരു ഓൾഡ് ഫീൽ ഉണ്ട്, ഒരു ഓൾഡ് സ്കൂൾ ഫീൽ ഉണ്ട്. അതിന് കുറച്ചുകൂടെ ഒരു കണ്ടംപററി ഫീൽ ഉണ്ട്. ബട്ട് ഏറ്റവും കണ്ടംപററി ഫീൽ ഈ തിൻ റിബ് പാറ്റേൺസിനാണ്. സോ നമ്മുടെ വീടിന് എന്ത് ലുക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതേപോലെ നമ്മുടെ ആർക്കിടെക്ട് അല്ലെങ്കിൽ നമ്മുടെ ഡിസൈനർ അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനർ എങ്ങനെയാണ് എന്താണ് ഇവിടെ നമുക്ക് സജസ്റ്റ് ചെയ്തേക്കുന്നത്, പിന്നെ നമ്മുടെ ഓൺ ടേസ്റ്റ് എന്തുവാണ്, നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ എന്തുവാണ്, നമ്മൾ ട്രഡീഷണൽ വ്യക്തിയാണോ, കണ്ടംപററി ആണോ, അതോ ഏറ്റവും അപ് ടു ഡേറ്റ് ആണോ, അതിനുള്ള അതൊക്കെ വെച്ചാണ് നമ്മൾ ഈ എലിവേഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് നോക്കാം, ഏറ്റവും കണ്ടംപററി, ഏറ്റവും ലേറ്റസ്റ്റ്, ജനറൽ കണ്ടംപററി, ആൻഡ് ദിസ് ഈസ് ലൈക്ക് വെരി ഓൾഡ് ട്രഡീഷണൽ. ദിസ് ഈസ് ഇറ്റ്. ഇനി അടുത്ത ഒരു സെക്ഷൻ നമുക്ക് പിന്നെ ഇവിടെ വന്നേക്കുന്നത് ഇതാണ്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് ടൈലാണ്. എപ്പോഴും എനിക്ക് ഓർമ്മയുള്ള സമയം മുതൽ ഈ എലിവേഷൻ ടൈൽസിനകത്ത് ഒരു സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആണ്. കടപ്പായുടെ ലെഡ്ജ് രീതിയിൽ അടുക്കിയേക്കുന്ന ഇൻഡിവിജ്വൽ പീസസ്. സോ ഈ ടൈലിന്റെ സൈസ് 2 അടി 1 അടിയാണ്, 60 സെന്റിമീറ്റർ ബൈ 30 സെന്റിമീറ്റർ. നമ്മളിപ്പോൾ കണ്ട എല്ലാ ടൈലിന്റെ. ബട്ട് ഇതിനകത്ത് നമ്മൾ സ്പേസർ ഇല്ലാതെ വെച്ചോണ്ട് ഇതിന്റെ സൈസ് ഒരു പക്ഷേ അറിയാൻ പറ്റത്തില്ല. സോ 2 അടി 1 അടിക്കകത്ത് ഈ 2.5 ഇഞ്ചിന്റെ അല്ലെ 2 ഇഞ്ചിന്റെ പീസസ് ലെഡ്ജ് പാനലിൽ, അതായത് ബ്രിക്ക് പാറ്റേണിൽ ജോയിൻ ചെയ്ത് ഇട്ടേക്കുന്നതാണ്. ഗ്രേയുടെ തന്നെ ഗ്രേഡേഷൻ ഉള്ള ഒരു കളറാണ്. സോ വിച്ച് മീൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രേ തന്നെയാണ്, പക്ഷേ ഗ്രേയുടെ പല ഗ്രേഡേഷൻ ചെയ്ത് ഗ്രേയുടെ പല ഷെയ്ഡും ഈ ടൈൽസിനകത്ത് അല്ലെങ്കിൽ ഈ ഫുൾ എലിവേഷനകത്തുണ്ട്. സോ ഇത് വളരെ സ്റ്റാൻഡേർഡ് ഒരു മെറ്റീരിയൽ ആണ്, എവിടെ നമുക്ക് യൂസ് ചെയ്യാം. ഗ്രേ ബ്ലാക്ക് ആണ് നമ്മുടെ കോമ്പിനേഷൻ എങ്കിൽ ഈ ടൈൽ ഈസ് എ ഗോ ടു ടൈൽ. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നമുക്ക് പലതും കണ്ട് കൺഫ്യൂഷനായി നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ടൈൽ സെലക്ട് ചെയ്തോ, നിങ്ങൾ 100% സ്പോട്ട് ഓൺ ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ട ഒരു ബ്രൗൺ, ഞാൻ പറഞ്ഞ റിബ്ഡ് പാറ്റേണിനകത്ത്, തിൻ പാറ്റേൺ റിബ്ഡ് പാറ്റേണിനകത്ത് ഡയറക്ഷണൽ പഞ്ച് ഉള്ള, ഡയറക്ഷണൽ പഞ്ച് ഞാൻ പറഞ്ഞു മേളിൽ നിന്ന് താഴോട്ട് സ്മൂത്ത് ആയിട്ട് വരും, തിരിച്ചു പോകുമ്പോൾ കൈ തടയും. സോ വിച്ച് മീൻസ് മാക്സിമം ഷാഡോ എഫക്ട് 3D എഫക്ട് വരാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു പഞ്ചാണിത്. വെരി ബ്യൂട്ടിഫുൾ, ഗ്രേയുടെ തന്നെ 4-5 ഷെയ്ഡ് വെച്ച് ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ ആണ്. സോ വെരി കണ്ടംപററി, വെരി ക്ലാസി മെറ്റീരിയൽ. അഗെയിൻ നമുക്കൊരു ട്രഡീഷണൽ ടൈലാണ് ഇതിന്റെ അടുത്തുള്ളത്. ട്രഡീഷണൽ ടൈലിനകത്ത് നമുക്കറിയാം ബ്രൗൺ, ബേജ്, ക്രീം ആൻഡ് നീറോ, അങ്ങനെ
4-5 നമുക്ക് ബ്രൗണിന്റെ ഷെയ്ഡ്സുമായിട്ട് ചെയ്തേക്കുന്ന ഒരു ക്ലാസിക് ലെഡ്ജ് പാനലാണ് അടുത്ത്. വളരെ ബ്യൂട്ടിഫുൾ ഒരു ഇതാണ്. പക്ഷേ ക്വൈറ്റ് ഹെവി, സ്വല്പം ഹെവിയാ. പക്ഷേ ഹെവി വീടിന് അല്ലെങ്കിൽ ബൗണ്ടറി വാളിന് അല്ലെങ്കിൽ പില്ലറിന്, ഗേറ്റിന്റെ പില്ലറിന് അതുപോലെ എന്തെങ്കിലും ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യണം. നമ്മൾ എപ്പോഴും ട്രഡീഷണൽ മെറ്റീരിയലിലേക്ക് പോകണം. അപ്പോൾ ആ ഗേറ്റിന് ഒരു ഹെവി ഫീല് അവിടെ അതിന് കൊടുക്കാൻ പറ്റും. സോ ദിസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. അതേപോലെ ഇതിനകത്ത് നമ്മൾ ഈ കാണുന്ന ടൈൽസ് 2 ടൈപ്പ് ഉണ്ട് ബോഡിയുടെ അനുസരിച്ച്. സിറാമിക് ഉണ്ട്, വിട്രിഫൈഡും ഉണ്ട്. അത് ഏതൊക്കെയാണെന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറിയേണ്ടത്. അത് ഞാൻ പറയാം. സോ ലെറ്റ്സ് ഫിനിഷ് ദിസ് ഫസ്റ്റ്. പിന്നെ ഇത് ഒരു വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഗ്രേയുടെ 2 ഡാർക്ക് ഷെയ്ഡും അതിന്റെ കൂടെ ബ്രൗണിന്റെ ഏറ്റവും ഓൾമോസ്റ്റ് കോപ്പറിലേക്ക് പോകുന്ന ഒരു ഷെയ്ഡ്. ഇത് ഒരുപാട് വീടുകളിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ വളരെ സെലക്റ്റീവ്, വളരെ പ്രത്യേക തരം മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് ആസ് സച്ച് ഒട്ടിച്ചത് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്, സീംലെസ് ആണ്. ഈ ഡാർക്ക് ഷെയ്ഡ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡാർക്ക് ഷെയ്ഡ്സ് നമ്മൾ സീംലെസ് ആയിട്ട് ഒട്ടിച്ചാൽ നമുക്ക് ജോയിന്റ് എവിടെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ഇത് 2 അടിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് 1 അടിയുടെ ഗ്യാപ്പ് എവിടെ വരുന്നത് നമുക്ക് ഒട്ടും അറിയാൻ പറ്റത്തില്ല. സോ ദിസ് ഈസ് എക്സലന്റ് മെറ്റീരിയൽ ഫോർ ഹു ഹാവ് എ ഡാർക്ക് കൺസെപ്റ്റ് ഇൻ ദെയർ മൈൻഡ്. പിന്നെ ഇത് നമ്മുടെ ക്ലാസിക് കണ്ണൂർ സ്റ്റോൺ അല്ലെങ്കിൽ ഇതിന് പറയുന്ന വെട്ടുകല്ലിന്റെ ടൈൽസിന്റെ എലിവേഷൻ ടൈലാണ്. സോ ഒറിജിനൽ വെട്ടുകല്ല് വെച്ചാലും ഇത്രയും ഭംഗി വരുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം അതിനെപ്പോഴും ഒരു റസ്റ്റിക് ലുക്കാണ്. അത് ഓർഗാനിക് മെറ്റീരിയൽ ആയതുകൊണ്ട് അത് ലൈറ്റ് അബ്സോർബ് ചെയ്യും. ഇത് ഓർഗാനിക് മെറ്റീരിയൽ അല്ല, അതുകൊണ്ട് ഇത് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് ഈവൻ ആയിട്ടാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു കുറച്ചുകൂടി ഒരു ഫിനിഷ്ഡ് ചിക്ക് ലുക്ക് നമുക്ക് ടൈൽസിനകത്ത് കിട്ടും. സോ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ടൈൽസ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ലാസ്റ്റ് എലിവേഷൻ ടൈലാണ് നമുക്ക് ഇവിടെ ഉള്ളത്. സെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേ സൈസിലെ കല്ല് വെച്ച് ലെഡ്ജ് ചെയ്തേക്കുന്ന ഒരു മെറ്റീരിയലാണ്. പക്ഷേ ഇതിനകത്ത് മൾട്ടിപ്പിൾ കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഗ്രേയുടെ 2 ഷെയ്ഡ് ഉണ്ട്, ബ്രൗണിന്റെ 2 ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഗ്രേയും ബ്രൗണും രണ്ടും ചേരുന്ന ഒരു എലിവേഷൻ ടൈലാണ്. ക്വൈറ്റ് കളർഫുൾ, ബട്ട് സി ഇഫ് യു ലൈക്ക് ഇറ്റ്, വളരെ വളരെ നല്ല മെറ്റീരിയൽ. അപ്പോൾ ഇതെല്ലാം 100% ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ്. 100% ക്വാളിറ്റി ആണ്. ഇതിനകത്ത് ഒരിക്കലും നിറം മങ്ങുകയോ അല്ലെങ്കിൽ ഇത് വെടിച്ച് കീറുകയോ ഇതൊന്നും ഇതിനകത്ത് സംഭവിക്കത്തില്ല. സോ ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലിസ്റ്റ്, ദിസ് ഈസ് അവർ നാച്ചുറൽ സ്റ്റോണിന്റെ എലിവേഷന്റെ ഒരു സാമ്പിൾ ആണ്. ഇതിനകത്ത് ഇനിയും 2 സാമ്പിൾ ബ്രിക്ക് മോഡൽ വളരെ പോപ്പുലർ ആണ്. ഇപ്പോൾ ഇതിനെ ഫ്ലാങ്ക് ചെയ്യാൻ 2 ബ്രിക്കിന്റെ മോഡൽസ് ഉടനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. സോ ഇത് നിങ്ങൾ കണ്ടാണ് നമ്മുടെ ഫൗണ്ടേഷനിൽ ഒട്ടിക്കാനുള്ള ടൈൽസ് പലപ്പോഴും കസ്റ്റമേഴ്സ് ലാസ്റ്റ് മൊമെന്റിൽ വീടിന്റെ ഫിനിഷിംഗ് വരുമ്പോൾ തിരക്കുന്ന ഒരു ടൈലാണ്. സോ വീടിന്റെ ഫൗണ്ടേഷൻ ഒട്ടിക്കാൻ ഏറ്റവും നല്ല കല്ലാണ്. ഇൻ കേസ് അതല്ലെങ്കിൽ പോലും വാഷ് ബേസിൻ ഏരിയ നിങ്ങൾക്ക് ഒരു ഡാർക്ക് കൺസെപ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയും ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇനി ഇന്നർ കോർട്ട്യാർഡ് അല്ലെങ്കിൽ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരുപാട് കൂടുതൽ ലൈറ്റ് വരുന്നത്, അവിടെ സ്വല്പം ലൈറ്റ് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഭിത്തിയിൽ ഈ ടൈൽ ഒട്ടിച്ചാൽ നമുക്ക് ആ ഒരു പഴയ പാറയുടെ ഒരു ഫിനിഷിംഗ് കിട്ടും. വീട്ടിനകത്ത് ഒരു ലൈറ്റും കട്ടാവും. വളരെ വളരെ ബ്യൂട്ടിഫുൾ ടൈൽ. സോ ഈ ടൈൽസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഈ ഡിസൈൻ കൊണ്ട് മാത്രമല്ല ഇത് വ്യത്യസ്തമാവുന്നത്. ഇതിനകത്ത് 2 ടെക്നോളജിയും കൂടെ ഉണ്ട്. ഇതിനകത്ത് ചില ടൈൽസ് സിറാമിക്കും ചില ടൈൽസ് വിട്രിഫൈഡും ആണ്. ഇനിയിപ്പോൾ എലിവേഷൻ ടൈലിനകത്ത് സിറാമിക്കും വിട്രിഫൈഡും രണ്ടും ഓഫർ ചെയ്യുന്നതിൽ എന്തിനാണ് മാർക്കറ്റിൽ രണ്ടും നിൽക്കുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സിറാമിക് ടൈലും വിട്രിഫൈഡ് ടൈൽ എലിവേഷൻ ടൈലിന്റെ കൺസെപ്റ്റിൽ സിറാമിക്കും വിട്രിഫൈഡും തമ്മിൽ എക്സാക്ട്ലി 10 രൂപയുടെ വ്യത്യാസം വരും. ഈ 10 രൂപയുടെ വ്യത്യാസം നമുക്ക് ഫാക്ടറി, ഡിസ്ട്രിബ്യൂഷൻ, ഡീലർ, കസ്റ്റമർ എല്ലാ ലെവലിലും ഈ ഒരു 10 രൂപയുടെ ഡിഫറൻസ് ത്രൂ ഔട്ട് നിൽക്കും. പണ്ട് ഈ ഡിഫറൻസ് കൂടുതലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് 20 to 25 rupees വരെ ഈ ഡിഫറൻസ് ഒരു സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് വിട്രിഫൈഡ് പ്രൊഡക്ട്സിന് ആക്സെപ്റ്റൻസ് കുറവായിരുന്നു. ഇപ്പം വിട്രിഫൈഡ് പ്രൊഡക്ട്സിന് ആക്സെപ്റ്റൻസ് കൂടി, സെയിൽ കൂടിയപ്പം ഇപ്പം വിട്രിഫൈഡ് പ്രൊഡക്ട്സ് നമുക്ക് കുറച്ചുകൂടി ചീപ്പായിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് ഇപ്പോൾ ആ ഗ്യാപ്പ് കുറഞ്ഞ് 10 രൂപയിൽ വന്ന് നിൽക്കുവാണ്. സോ നമ്മൾ നോക്കാം, അപ്പോൾ വിട്രിഫൈഡ് എടുക്കണോ അതോ സിറാമിക് എടുക്കണോ, സിറാമിക് എടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെയാണ് കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ വരുന്ന അടുത്ത ചോദ്യം. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഞാൻ ആദ്യം പറയുന്നത് വെച്ചാൽ എൻ്റെ മുൻ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സിറാമിക് ടൈലിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എലിവേഷൻ ടൈൽസിന് എടുക്കാം. കാരണം എലിവേഷൻ ടൈൽസിന് എപ്പോഴും സിറാമിക് ടൈലായിരിക്കും കൂടുതൽ അനുയോജ്യം. കാരണം എന്ന് വെച്ചാൽ ബാത്റൂമിനകത്ത് കിടക്കുന്ന ടൈലിനകത്ത് മഴവെള്ളം വീഴത്തില്ല, അല്ലെങ്കിൽ വെള്ളം ഫുൾ ടൈം ഒരു 3 മാസം ഒരു 4 മാസം ഭിത്തി നനഞ്ഞ് കുതിർന്ന് കിടക്കത്തില്ല. അങ്ങനെ കിടക്കുന്ന ടൈൽസ് ശരിക്കും എലിവേഷൻ ടൈൽസ് ആണ്. ഫുൾ വെതർ, മഴയത്ത് മഴയും വെയിലത്ത് വെയിലും ചൂടും എല്ലാം കൊള്ളുന്ന ടൈൽസ് ആണ്. സോ ഈ ടൈൽസ് എടുക്കുമ്പം നമ്മൾ നോക്കുന്ന ഏറ്റവും കൂടുതൽ അധേഷൻ, അതായത് ഇരുന്നിടത്തുനിന്ന് ഒരിക്കലും ഇളകി വീഴരുത്. സോ ഇരുന്നിടത്തുനിന്ന് ഇളകി വീഴാതിരിക്കണമെങ്കിൽ എപ്പോഴും ഏറ്റവും നല്ല ടൈല് സിറാമിക് ടൈൽസ് ആണ്. പക്ഷേ അത് ഇത്രേ ഉള്ളൂ, ആപ്ലിക്കേഷൻ ലെവലിൽ ഈ ടൈൽസിനെ കുറഞ്ഞ 20 മിനിറ്റെങ്കിലും, ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് സിറാമിക് ടൈലാണ്, അതുകൊണ്ടാണ്. അപ്പം ഇത് സിറാമിക് ടൈലാണ് പർട്ടിക്കുലർ, ഇത് വിട്രിഫൈഡാ, ഇത് സിറാമിക്കാ. സോ ഇവിടെ നമുക്ക് ഈ 2 ടൈൽ സിറാമിക് ടൈലും ഈ ഒരു ടൈല് വിട്രിഫൈഡ് ടൈലുമാണ്. അപ്പം ഇതിൽ ഈ 3 എണ്ണത്തിൽ ഇതിന് രണ്ടിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 2 ടൈല് നിങ്ങൾ കുറഞ്ഞത് 20 മിനിറ്റ് മൊത്തത്തിൽ വെള്ളത്തിനകത്ത് മുക്കി ഇത് ഇരുത്തി
ഇതിൻ്റെ ബബിൾസ് എല്ലാം എയർ ബബിൾസ് എല്ലാം ഇതിൻ്റെ ബോഡിക്കകത്തുനിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് വൺസ് ഇത് കുതിർന്ന് കഴിഞ്ഞാൽ ആ കുതിർന്ന ടൈലിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു C2T പശ C2T പശ എന്ന് പറയുമ്പോൾ ടൈപ്പ് 2 പശ എന്ന് പശപ്പ് കൂടിയ റേഞ്ചിന്റെ ബേസ് ടൈലാണ്. പശപ്പ് കൂടിയ റേഞ്ചിന്റെ ബേസ് മോഡലാണ് C2T. അപ്പോൾ C2T കഴിഞ്ഞാണ് C2TE ഗ്രേഡ് വരുന്നത്. C2TE എന്ന് പറയുമ്പോൾ അതിനകത്ത് എക്സ്റ്റെൻഡഡ് സെറ്റിംഗ് ടൈം ഉണ്ട്. എന്ന് വെച്ചാൽ അത് എക്സ്റ്റെൻഡഡ് സെറ്റിംഗ് ടൈം എന്ന് പറയുന്നെങ്കിലും അതിന്റെ ഗുണം ഇവിടെ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പശപ്പ് കൂടുതലായിരിക്കും. സോ നമുക്കറിയാം ഒരുപാട് ടെമ്പറേച്ചർ വേരിയേഷൻ കാണുന്ന ഒരു ഭിത്തിയിൽ ഇത് വെക്കുമ്പോൾ നമ്മൾ ഇതിന്റെ പശപ്പ് മാക്സിമം കൂട്ടാൻ നിൽക്കണം. പക്ഷേ കോസ്റ്റും ഒരു ഫാക്ടറാണ്. ഒരുപാട് പശ അപ്പോൾ 1000 കിലോ ചാക്കാണ് ലാറ്റിഗ്രേറ്റിന്റെ 325 ഗ്രേഡ് റേറ്റ്. അപ്പോൾ 1000 കിലോ ചാക്ക് എന്ന് പറയുമ്പോൾ ഒരു ചാക്കിനകത്ത് 20 കിലോ ആണ് പശ വരുന്നത്. സോ 20 കിലോയ്ക്ക് 1000 രൂപയ്ക്ക് ഉണ്ട്. അതേസമയം ഇതേ ടൈല് കറക്റ്റ് പ്രൊസീജിയറിൽ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 450 രൂപ കിലോ വെച്ച് വെബറിന്റെ ക്ലാസിക് ഗ്രേ വെച്ച് നമുക്ക് ഇത് ഒട്ടിക്കാം. രണ്ടും ഒരേപോലെ നിൽക്കും. പക്ഷേ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇതിനകത്ത് ഒട്ടിക്കുമ്പോൾ ഇതിനെ വെള്ളത്തിൽ നന്നായിട്ട് മുക്കണം. പേസ്റ്റ് ഇതിന്റെ ബാക്ക് സർഫേസിലും എവിടെയാണോ ഒട്ടിക്കാൻ പോകുന്നത് അവിടെ എല്ലായിടത്തും ഒരേപോലെ എല്ലായിടത്തും പേസ്റ്റ് എത്തി എന്ന് ഉറപ്പുവരുത്തണം. ഈ രണ്ട് കാര്യം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ടൈല് ഒരിക്കലും ഇളകി വീഴത്തില്ല. വിട്രിഫൈഡ് പ്രൊഡക്ട്സിന്റെ കേസ് വരുമ്പം വിട്രിഫൈഡ് പ്രൊഡക്റ്റ് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം അതിനകത്തോട്ട് വെള്ളം കയറത്തില്ല. സോ വിച്ച് മീൻസ് അത് കുതിർത്ത് വെക്കാൻ പറയുന്നത് അതിനെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതായത് അതിന്റെ പുറയിൽ പൊടി കാണും. അപ്പോൾ ആ പൊടിക്കകത്ത് പശ പിടിച്ചു കഴിഞ്ഞാൽ പശ ടൈലിൽ വരെ എത്തത്തില്ല. സോ ആ പൊടി അടിച്ച് കളയേണ്ട വളരെ ആവശ്യമാണ്. സോ ഈ ടൈലൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഇതിനകത്ത് നമ്മൾ വിട്രിഫൈഡ് ഒട്ടിക്കുമ്പോൾ നമ്മൾ മിനിമം C2TE തന്നെ ഉപയോഗിക്കണം. അതായത് എക്സ്റ്റെൻഡഡ് സെറ്റിംഗ് ടൈം ഉള്ളത് കമ്പൽസറിലി ഉപയോഗിക്കണം. സോ വിച്ച് മീൻസ് ലാറ്റിഗ്രേറ്റിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു 315 ഗ്രേ ഇതിനകത്ത് ഉപയോഗിക്കണം. വെബറിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ വെബർ നോവ എന്ന് പറയുന്നത് ഉപയോഗിക്കണം. ഇപ്പോൾ സെറാപോക്സിയുടെ ടേംസിൽ പറയുകയാണെങ്കിൽ സെറാബോൺ 28 ഇതിനകത്ത് ഒട്ടിക്കണം. അപ്പോൾ C2TE മസ്റ്റായിട്ടും വിട്രിഫൈഡ് പ്രൊഡക്ട്സിനകത്ത് ഒട്ടിക്കണം. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സിറാമിക് മാറി വിട്രിഫൈഡിലേക്ക് വരുമ്പോൾ 10 രൂപ കോസ്റ്റ് കൂടുന്നു. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം പശയുടെ വില ഏകദേശം 100-150 മുതൽ 200 രൂപ പെർ ബാഗ് കൂടുന്നു. അപ്പോൾ ഈ കോസ്റ്റ് ഇത്രയും കൂടുമ്പം വിട്രിഫൈഡിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്തുവാ എന്ന് ന്യായമായിട്ട് ഒരു ചോദ്യം ഒരു കസ്റ്റമറിന്റെ മനസ്സിൽ വരാം. സോ ഇത് വിട്രിഫൈഡ് ആണ്. ഈ ടൈല് സെറാമിക, ഇത് വിട്രിഫൈഡാണ്. സോ ഇവിടെ നടുക്കൊരു സെറാമിക് ഉണ്ട്, 2 വിട്രിഫൈഡ് ഫ്ലാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പം വിട്രിഫൈഡ് പ്രൊഡക്ട്സ് എടുക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ വിട്രിഫൈഡ് പ്രൊഡക്ട്സിനകത്ത് ഈ അണ്ടുലേഷൻസ് നമുക്ക് കൂട്ടി നിർത്താം. ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ അണ്ടുലേഷൻ ഉള്ള ടൈലാണ് നമ്മുടെ കയ്യിൽ. ഇതിപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൈ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഫിംഗേഴ്സിൻ്റെ വൈബ്രേഷൻ അതിനകത്ത് കാണാൻ പറ്റും. സോ ഇത് അത്രയും ഒരു 5 mm വരെയൊക്കെ ഇതിന്റെ ലെഡ്ജസ് മുമ്പോട്ട് ചാടി നിൽക്കുക, അല്ലെ ഒരു 5 mm അല്ലെ 3 mm 2 mm ഒക്കെ അകത്തോട്ട് നിൽക്കുക. ഇത് ഹൈലി അണ്ടുലേറ്റഡ് സർഫേസ് ആണ്. ഇത്രയും അണ്ടുലേഷൻ നമുക്ക് സിറാമിക് ബോഡിക്ക് താങ്ങാൻ പറ്റത്തില്ല. സോ സിറാമിക് ബോഡിക്കകത്ത് എപ്പോഴും ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന പഞ്ചസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ വിച്ച് മീൻസ് നല്ല സൺലൈറ്റ് വരുമ്പം വിട്രിഫൈഡ് പ്രൊഡക്ട്സിന് കുറച്ചുകൂടെ 3D എഫക്ട് കൂടും കമ്പയർഡ് ടു സിറാമിക് പ്രൊഡക്റ്റ്. ഇപ്പോൾ സിറാമിക് പ്രൊഡക്റ്റ് ഒരു വാൾപേപ്പർ കണക്കിരിക്കും. ഭംഗി കാണത്തില്ലെന്നല്ല പറയുന്നത്, ഭംഗി കാണും. പക്ഷേ കമ്പയർഡ് ടു വിട്രിഫൈഡ് പ്രൊഡക്റ്റ് ആ ഒരു സൺലൈറ്റിൽ ഒരു 3D മാജിക് വരുന്നത് എപ്പോഴും വിട്രിഫൈഡ് പ്രൊഡക്ട്സിനായിരിക്കും കൂടുതൽ. സോ അവിടാണ് ഈ നമ്മൾ കൂടുതൽ കൊടുക്കുന്ന 10 രൂപയും പശയ്ക്ക് നമ്മൾ ചെലവാക്കുന്ന 150 മുതൽ 200 രൂപ പെർ ബാഗ് നമുക്ക് വാല്യൂ കിട്ടുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒരു ഗ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ ടൈല് പഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ബിസ്ക്കറ്റിന്റെ പുറത്ത് ഒരു ഗ്ലേസ് ഇതിനകത്ത് ഇടും. നല്ല ഹൈ ക്വാളിറ്റി ഗ്ലേസ് ആണെങ്കിൽ ആ ഗ്ലേസിനെ പിടിച്ചു നിർത്താൻ വിട്രിഫൈഡ് ബോഡിക്കേ പറ്റത്തുള്ളൂ. അതായത് ഒരു ലിക്വിഡ് ഉണങ്ങുന്നു, പക്ഷേ ആ ലിക്വിഡ് ഈ ബോഡിയുടെ പുറത്ത് വീണ് ഉണങ്ങി കഴിയുമ്പം ആ ലിക്വിഡ് സോളിഡ് ആയി കഴിയുമ്പം ഇത് ഈ ബോഡിയുടെ പുറത്ത് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ആ പ്രഷർ എക്സേർട്ട് ചെയ്യുമ്പോൾ ഈ ബോഡി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ വിട്രിഫൈഡ് ബോഡിയുടെ പുറത്ത് കുറച്ചുകൂടെ കൂടിയ ഗ്ലേസ് ഉപയോഗിക്കാം. സെയിം ഈ ഒഴിച്ചേക്കുന്ന ഗ്ലേസ് തന്നെ ഈ സിറാമിക് ടൈലിന്റെ പുറത്ത് കമ്പനി ഒഴിച്ചിരുന്നെങ്കിൽ ആ ഗ്ലേസ് ഉണങ്ങുമ്പം ഈ ഗ്ലേസ് ഒന്ന് ചുരുങ്ങുമ്പം ഒന്നെങ്കിൽ ഈ ടൈലിനകത്ത് പുളവ് വരും, അല്ലെങ്കിൽ ഈ ടൈലിനകത്ത് ക്രാക്ക് വീഴും. സോ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. സോ വിച്ച് മീൻസ് നമുക്ക് ഹൈ ക്വാളിറ്റി ഗ്ലേസ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഹൈ ക്വാളിറ്റി ബോഡി ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. സോ ഗ്ലേസ് ഹൈ ക്വാളിറ്റി ആവുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു നാച്ചുറൽ ലുക്ക് വിട്രിഫൈഡ് പീസസിനകത്ത് കിട്ടുന്നത്. അതേസമയം സിറാമിക്കിനകത്ത് നമുക്കൊരു ചെറുതായിട്ടൊരു പ്ലാസ്റ്റിക് ഫീലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് കാണാൻ കിട്ടുന്ന വലിയ 2 ഡിഫറൻസ് എന്ന് വെച്ചാൽ വിട്രിഫൈഡ് പ്രൊഡക്ട്സിനകത്ത് എപ്പോഴും ക്ലാസ് കളേഴ്സ് ആയിരിക്കും, ഭയങ്കര ഡൾ കളേഴ്സ് ആയിരിക്കും. കുറച്ചുകൂടെ ക്ലാസസ്, അതായത് സമൂഹത്തിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന പ്രിന്റ്സും കളേഴ്സും ആയിരിക്കും വിട്രിഫൈഡ് ബോഡിക്കകത്ത് കിട്ടുന്നത്. പക്ഷേ സമൂഹത്തിലെ മെജോറിറ്റി ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ആയിരിക്കും സിറാമിക്കിനകത്ത് വരുന്നത്. അപ്പം അത് കമ്പനീസ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന, കാരണം അവർക്കറിയാം സിറാമിക് ബോഡിയാണ്, സോ ചീപ്പ് റേറ്റിന് പോകേണ്ടതാണ്, ചീപ്പായിട്ട് ഒട്ടിക്കേണ്ടതാണ്. അപ്പോൾ ഇത് മേടിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ മാക്സിമം ആൾക്കാർ ബഡ്ജറ്റിൽ വീട് വെച്ച് തീർക്കണം, എലിവേഷൻ വേണം, പക്ഷെ ഒരുപാട് ചെലവാക്കണ്ട. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കസ്റ്റമേഴ്സ് ആണ് ഇതിനുള്ളത്. സോ അവരുടെ ടേസ്റ്റ് പ്രകാരമാണ് അവർ
അവർ ഇതിനെ കുറച്ചുകൂടെ കളർഫുൾ ആക്കുന്നത്. സോ ഐ ഹോപ്പ് ഞാൻ ക്ലിയർ ആയി. ഇപ്പോൾ ഇത് സിറാമിക, ഈ ടൈൽ സിറാമിക. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 ടൈൽ കാണുമ്പോൾ അറിയാം, ഈ ബാക്കിയുള്ള വിട്രിഫൈഡിനെക്കാട്ടിലും ഇതിന്റെ കളേഴ്സ് സ്വല്പം ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ബ്രൈറ്റ്നെസ് ശരിക്കും ഒരു മാസസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ഇതാണ്. അപ്പോൾ മാസസിനുള്ള പ്രൈസും ഉണ്ട്, മാസസിനുള്ള പശയുടെ ചെലവും ഉണ്ട്, മാസസിനുള്ള കളറും ഉണ്ട്. സോ വളരെ സ്പോട്ട് ഓൺ ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. പക്ഷേ ഹാവിംഗ് ഷോൺ ദിസ്, ഞാൻ റിയലി ഐ എം പ്രൗഡ് ഓഫ് മൈ എലിവേഷൻ ടൈൽ കളക്ഷൻ അറ്റ് മൈ ഷോപ്പ്. ഇനിയും എല്ലാ ഒരു മാസം ഒരു ട്വൈസ് എങ്കിലും നമ്മൾ ഇതിനകത്ത് അഡീഷൻ വരുത്തും. പുതിയ അഡീഷൻ ഇനി ഞാൻ പറഞ്ഞ് ബ്രിക്സ് വരാൻ പോവുക. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും എലിവേഷൻ ടൈൽസിന്റെ കാര്യം പറയുമ്പം ആ വീഡിയോ നാച്ചുറൽ സ്റ്റോണിനെ കുറിച്ച് 2 വാക്ക് പറയാതെ തീരത്തില്ല. സോ AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലത്തുള്ള നാച്ചുറൽ സ്റ്റോണിന്റെ കളക്ഷൻ, അതിനകത്തും കുറച്ച് അപ്ഡേഷൻസ് ഉണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. സോ ഈ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലത്തുള്ള നാച്ചുറൽ സ്റ്റോണിൻ്റെ കളക്ഷൻ. ഇതിനു മുമ്പ് ഇത് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് വന്ന കുറച്ച് അപ്ഡേഷൻസ് ഞാൻ പെട്ടെന്ന് പറയാം. ഒരു അപ്ഡേഷൻ എന്ന് വെച്ചാൽ ഈ സ്റ്റോൺ ആണ്. സോ ഇറ്റ്സ് ലൈക്ക് KK വൈറ്റ് എന്നാണ് ഇതിന്റെ പേര്. കോട്ട സ്റ്റോൺ ആണ് ഇതിന്റെ ബേസ് മെറ്റീരിയൽ. രാജസ്ഥാൻ ബേസ്ഡ് സ്റ്റോൺസ് ആണ് ഇത് ഒരെണ്ണം. അതിന്റെ തന്നെ ഡാർക്കർ ഷെയ്ഡ്. സോ ഇതാണ് അടുത്ത ഷെയ്ഡ്. സോ ദീസ് 2 ആർ ദി മേജർ അപ്ഡേഷൻസ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഇന്ത്യൻ ഓട്ടമിനകത്തും പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഓട്ടമിന്റെ തന്നെ ലൈറ്റ് ഷെയ്ഡും വന്നിട്ടുണ്ട്. സോ എനി സ്റ്റോൺ ദാറ്റ് യു ടേക്ക്, നാച്ചുറൽ സ്റ്റോണിനകത്ത് നമുക്ക് അപ്ഡേഷന്റെ ഒരു സ്കോപ്പ് ഇല്ല. കാരണം നാച്ചുറൽ സ്റ്റോൺ നാച്ചുറൽ സ്റ്റോൺ ആണ്. അപ്പോൾ നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാം നമ്മൾ ഓൾറെഡി കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വീടിന്, നമ്മുടെ ഡിസൈനിന് അനുയോജ്യമായിട്ടുള്ള മെറ്റീരിയൽ ഇതിന് സെലക്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. സോ ഇതാണ് നാച്ചുറൽ സ്റ്റോൺ. ഇതിനെ കുറിച്ച് പെട്ടെന്നൊന്ന് പറയാം. റെഡ് ക്വാർട്സൈറ്റ് മെറ്റീരിയൽ രാജസ്ഥാനിൽ നിന്ന് വരുന്നതാണ്. അഗെയിൻ മൈക്കാടെ മൈൻസ് എന്ന് വരുന്നതാണ്, രാജസ്ഥാനിൽ തന്നെ വരുന്നതാണ്. സ്റ്റാർ ഗാലക്സി. ഇതിനകത്ത് ഈ തിളങ്ങുന്ന പീസസ് ഇത് ആക്ച്വലി മൈക്കാടെ ഓറാണ്. പിന്നെ അടുത്ത ഇതാണ് രാജസ്ഥാന്റെ ഡെസേർട്ടിൽ നിന്ന് വരുന്നത് സാൻഡ് സ്റ്റോൺ. ജസൽമേർ, ജോധ്പൂർ ഭാഗത്ത് കിട്ടുന്ന സാൻഡ് സ്റ്റോൺ ആണ്. പോറസ് സ്റ്റോൺ ആണ്, വിച്ച് മീൻസ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ടും മാറ്റ് സീലർ ഇതിനകത്ത് അടിച്ചിരിക്കണം. പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ ടൈൽ. ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്തു നിന്ന് വരുന്ന ഒരു കല്ലാണ്. കുംബൽ ലാവ എന്നാണ് ഈ പ്രൊഡക്റ്റിന്റെ പേര്. വളരെ ബ്യൂട്ടിഫുൾ ഒരു കളറാണ്. ബർഗണ്ടി, ഡീസാച്ചുറേറ്റഡ് ബർഗണ്ടി കളറാണ്. മെറ്റീരിയൽ മാത്രമല്ല നല്ല, ഇതിന്റെ ലെഡ്ജിങ്ങും വളരെ വളരെ യുണീക്ക് ആണ്. കാരണം ഇതിനകത്ത് 3 ഇഞ്ചിന്റെ പീസ്, 2 ഇഞ്ചിന്റെ പീസ്, 1 ഇഞ്ചിന്റെ പീസ്, അതുപോലെ ലെങ്ത്തിൽ വേരിഡ് ലെങ്ത് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ലെഡ്ജിങ്ങിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ലെഡ്ജിങ് ആണിത് ഈ കിട്ടിയേക്കുന്നത്. കാരണം 3 സൈസിലെ പീസ് പല വേരിയബിൾ ലെങ്ത്തിന് ഇതിനകത്ത് ഉണ്ട്. സോ മോസ്റ്റ് യൂണിക് മെറ്റീരിയൽ. അതേസമയം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഒരേ സൈസിലുള്ള മെറ്റീരിയലാണ്. ആക്ച്വൽ ബ്രിക്ക് ജോയിന്റ് ചെയ്താണ് ഇവിടെ ചെയ്തേക്കുന്നത്. സോ ആ കല്ലിനുള്ള ഡിഫറൻസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 സൈസാണ്, അതായത് 2 ഇഞ്ചും 1 ഇഞ്ചും വെച്ച് മാത്രം ചെയ്തേക്കുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ഇഞ്ചും 1 ഇഞ്ചും വെച്ച് മാത്രം ചെയ്തേക്കുക. അപ്പം നമ്മൾ നാച്ചുറൽ സ്റ്റോൺ ബേസ്ഡ് എലിവേഷൻ ടൈൽ നോക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് മെറ്റീരിയൽ മാത്രമല്ല, ലെഡ്ജിങ് ചെയ്തേക്കുന്നതിനകത്ത് പീസസിന്റെ വിഡ്ത്തും ലെങ്ത്തും വേരി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഈ വിഡ്ത്തും ലെങ്ത്തും വേരി ചെയ്യുന്നതനുസരിച്ച് ഡെഫിനറ്റ്ലി മെറ്റീരിയലിന്റെ കോസ്റ്റും കൂടും. അത് എന്തുകൊണ്ടാണ് കൂടുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഹാൻഡ് ക്രാഫ്റ്റഡ് മെറ്റീരിയൽ ആണ്. ഒരാൾ ഒരു 1/2 HP മോട്ടറുമായിട്ട് ഇരുന്ന് ഒരു ദിവസം കൊണ്ടായിരിക്കും ചിലപ്പോൾ 10 സ്ക്വയർ ഫീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ആർട്ടിസൻസ്, ക്രാഫ്റ്റ്മെൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ഇത് ഫാക്ടറിയിലോ കൺവെയർ ഇതിനകത്ത് അസംബ്ലി ലൈനിൽ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ അല്ല. സോ ആ രീതിയിലുള്ള പ്രൈസിങ് ഇതിന് പ്രതീക്ഷിക്കരുത്. സോ കുംബൽ ലാവ ഈസ് ക്വൈറ്റ് എക്സ്പെൻസീവ്. ഇവിടെ നമ്മൾ നോക്കാം, ഒരേ കട്ട് സൈസ് പീസാണ്, പക്ഷേ 2 കളേഴ്സ് വെച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒന്ന് കടപ്പയാണ്, ആന്ധ്രാപ്രദേശിലെ സ്റ്റോൺ. പക്ഷേ ഈ ബേജ് കളറിലെ, ഈ ക്രീം അല്ല, ഈ കളറിന്റെ ആക്ച്വൽ പേര് മർഫിൽ എന്നാണ്. അപ്പോൾ മർഫിൽ കളറിലെ ഈ കല്ല് ശരിക്കും ധോൾപൂർ ബീജ് എന്നാണ് ഇതിന്റെ പേര്. ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു വളരെ യുണീക്ക് മെറ്റീരിയലാണ്. ഇംഗ്ലണ്ടാണ് ഇതിന്റെ ഏറ്റവും വലിയ കൺസ്യൂമർ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ഇന്ത്യൻ കാലാവസ്ഥയിൽ നമുക്ക് ഈ സ്റ്റോൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഒരു മാസം കൊണ്ട് ഇതിന്റെ നിറം ഒന്ന് കറക്കും ഇന്ത്യയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ. പക്ഷേ യൂറോപ്പിൽ ഈ സാധനത്തിന് ഭയങ്കര ഡിമാൻഡാണ്. എസ്പെഷ്യലി ഇംഗ്ലണ്ട് ഇതിന്റെ വലിയൊരു കസ്റ്റമറാണ്. ധോൾപൂർ ബീജ് രാജസ്ഥാനിൽ കിട്ടുന്നതിന്റെ ഒരു 3/4 ഭാഗവും നേരെ ഇംഗ്ലണ്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. പിന്നെ അടുത്താണ് കടപ്പ. ഇതിനകത്ത് നമുക്ക് നോക്കാം, 2 സൈസിലാണ് ലെഡ്ജിങ് ചെയ്തേക്കുന്നത്. പിന്നെ അത് 2 ഇഞ്ച് മിസ്സിംഗ് ആണ്. സോ വിച്ച് മീൻസ് ഇത് ഹൈ കോൺട്രാസ്റ്റ് ലെഡ്ജിങ് ആണ്. ലെഡ്ജിങ് സാധാരണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ഇഞ്ചും 1 ഇഞ്ചും ആയിരിക്കും. പക്ഷേ ഇവിടെ 3 ഇഞ്ചും 1 ഇഞ്ചും വെച്ചാണ് ലെഡ്ജിങ് ചെയ്തേക്കുന്നത്. വേരിയബിൾ ലെങ്ത് ഉണ്ട്. സിംഗിൾ മെറ്റീരിയലാണ്, പക്ഷെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതിന്റെ അടുത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സിംഗിൾ 1 ഇഞ്ചിന്റെ മാത്രം പീസസ് വെച്ചാണ് സിൽവർ ഷൈൻ ലെഡ്ജിങ് ചെയ്തേക്കുന്നത്. സോ അഗൈൻ രാജസ്ഥാൻ സ്റ്റോൺ. ദിസ് ഇസ് ആന്ധ്രാപ്രദേശ്. സോ ഇതേപോലെ എല്ലാ കല്ലിനും ഓരോ കഥകളുണ്ട്. നേരിട്ട് വന്നാൽ ഞാൻ പേഴ്സണലി ഇതെല്ലാം പറഞ്ഞുതരാം, ഇഫ് യു വോണ്ട് ടു ഹിയർ. അതർവൈസ് ഗോയിങ് ബൈ ദ ലുക്ക് ഓഫ് ഇറ്റ്, നിങ്ങളുടെ വീട്ടിന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റിന് ചേരാത്ത എന്തെങ്കിലും ഇവിടെ കാണുമെന്ന് 100% ഉറപ്പാണ്. സോ ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ കൂടുതൽ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം. അതുവരെ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു കമൻറ്റ്.